മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തക യോഗം പെരുമ്പാവൂരിൽ നടന്നു. ഞായറാഴ്ച അപ്പൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം. യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനവും നവസംരംഭകത്വ വിശദീകരണവും നിർവഹിച്ചു. കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയനിലുള്ള മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തക യോഗം പെരുമ്പാവൂരിൽ നടന്നു. ഞായറാഴ്ച രാവിലെ പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം. NSS നടപ്പിലാക്കുന്ന ഒരു കരയോഗത്തിൽ ഒരു സംരംഭം എന്ന ആശയത്തെ മുൻനിർത്തി സ്വയം സഹായ സംഘങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന നവസംരംഭകത്വ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. തൃക്കേപ്പാറ ബാലസമാജം ഭജൻസ് അവതരിപ്പിച്ച ഭജനകളോടെയായിരുന്നു തുടക്കം. MSSS വൈസ് പ്രസിഡന്റ് KG നാരായണൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി. NSS കരയോഗ രജിസ്ട്രാർ VV ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനവും നവസംരംഭകത്വ വിശദീകരണവും നിർവഹിച്ചു. 2006 ആണ്ടാണ് നമ്മൾ ശശിസാറ് പറയുകയുണ്ടായി MSS എന്ന താലൂക്ക് തലത്തിലുള്ള ഈ സംഘടനകൾക്ക് രൂപം കൊടുത്തത്. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2026 20 വർഷം പിന്നിട്ടിരിക്കുന്നു. സാറ് പറയുകയുണ്ടായി നമുക്ക് 20,000-ഓളം സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നും 5,000 കോടിയോളം രൂപ ധനസഹായമുണ്ട്. ഈ 20,000 സംഘങ്ങളിലെ 10 മുതൽ 20 വരെ സംഘാംഗങ്ങളെ കൂടെ കൂട്ടിയാൽ എത്ര വലിയ ഒരു വർക്ക് ഫോഴ്സാണ് നമ്മുടെ ഉള്ളത്. പണം തരാൻ ബാങ്ക് സന്നദ്ധരാണ്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? ഈ വാങ്ങിയ പണം സ്വയം തൊഴിൽ കണ്ടെത്താൻ ഇതിലെത്ര സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? ഈ വിധം സംഗതികള് കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ MSS ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ സാറ് പറയുകയുണ്ടായി 60 യൂണിയനുകളിൽ ആദ്യത്തെ ഒരു ചുവടുവയ്പ്. പലപ്പോഴും നിങ്ങൾ സംഘങ്ങള് ഇപ്പം സുലോചന ഇവിടെ പല സംഘങ്ങള് പെരുമ്പാവൂരാണെങ്കിലും ഇവിടെ കഴിഞ്ഞ വിഷുവിന് അതുപോലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവരിവിടെ ഉപ്പേരി, അച്ചാറ്, കേക്ക് ഇങ്ങനെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. പല കരയോഗങ്ങളും ഇതുപോലെ ഉത്സവ സീസണോടനുബന്ധിച്ച് ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് ലാഭമുണ്ടാക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും സംഘങ്ങളോട് ചോദിക്കുമ്പോൾ അവര് നമ്മളോട് പറയാറുള്ളത് ഇത് വിറ്റഴിക്കാൻ ഒരു വേദിയില്ല, അല്ലേ? അതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിഷയം, അതാണല്ലോ. വിറ്റഴിക്കാൻ ഒരു വേദിയില്ല, ഞങ്ങളിത് എവിടെ കൊണ്ടുപോയി വിൽക്കും. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ ആലോചനാ യോഗം. MSSS കോർഡിനേറ്റർ PN സന്തോഷ് ചോദ്യോത്തരവേള നയിച്ചു. സംശയം എന്താണെന്ന് വെച്ചാല് നമ്മൾ താലൂക്കുവാൻ ആഗ്രഹിക്കുന്നത് കരയോഗ നേതൃത്വത്തില് 1, 2, 3 സ്വാശ്രയ സ്വയംസഹായ സംഘങ്ങളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് കരയോഗ തലത്തില് അല്ലെങ്കിൽ കരയോഗത്തിന് താല്പര്യമില്ല സ്വയം സഹായ സംഘത്തിൽ തന്നെ അല്ലെങ്കിൽ വനിതാ സമാജത്തിൽ തന്നെ ഒരു ഷോപ്പ് ആരംഭിക്കുക. അതിലേക്ക് വേണ്ടുന്ന ഫണ്ട് നമുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ
നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിൽ അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് അവർ പറയും. അപ്പൊ തീർച്ചയായിട്ടും ഫെഡറൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു സംവിധാനം ഉണ്ടാകും. അതിന് താലൂക്ക് യൂണിയൻ എല്ലാവിധ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ ഫുഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താലൂക്ക് തലത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഒരു കിച്ചണില് ഈ ഷോപ്പുകളിലേക്കെല്ലാം വേണ്ടുന്ന ഫുഡ് എത്തിച്ചു തരികയാണ്. യൂണിയൻ വൈസ് പ്രസിഡന്റ് CS രാധാകൃഷ്ണൻ, യൂണിയൻ സെക്രട്ടറി K രാജഗോപാൽ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പ്രഭാകർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ C നായർ, MSSS ജോയിന്റ് സെക്രട്ടറി KG അനീഷ്, അനുരാഗ് പരമേശ്വരൻ, പ്രദീപ്, രാഹുൽ, ബിന്ദു മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം 2018 അഡ്വക്കേറ്റ് K ശിവകുമാർ സാറിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ കുന്നത്തനാട് NSS യൂണിയൻ ഭരണസമിതി, ആ ഭരണസമിതിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അതെല്ലാം തൊട്ടറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. ആദ്യം ഈ ഭരണസമിതി കൂട്ടായ്മയ്ക്കാണ് പ്രാധാന്യം കൊടുത്ത് മുന്നേറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കലോത്സവം, മെഗാ തിരുവാതിര, മറ്റ് വിവിധ പരിപാടികളിലൂടെ നമ്മുടെ വർഷങ്ങൾ പങ്കെടുത്തപ്പോൾ ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. മറ്റൊന്നുമല്ല, ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുന്നത്തനാട് NSS യൂണിയൻ കഴിഞ്ഞ ദിവസം യൂണിയനിലെ 99 പ്രയോഗങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുകയും നിർബന്ധമായ 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുകയും ചെയ്യുന്ന ആ മഹത്കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയുണ്ടായി. ഞാൻ പറയാം, നമ്മുടെ താലൂക്ക് യൂണിയൻ 75 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്, 75 വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പം ഈ ഒരു പരിപാടി, ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ സാറത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നയർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയനുകൾ 60 എണ്ണമാണുള്ളത്. ആ 60 താലൂക്ക് യൂണിയനിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംരംഭം തുടങ്ങാൻ, ഒരു മെഗാ പ്രോജക്റ്റ്. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതനുസരിച്ച് ഈ പ്രോഗ്രാമിൽ തന്നെ ഒരു 100 പേർക്കെങ്കിലും സുസ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി, അതാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ആലോചനയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങളോട് പറയുന്ന ഒരു മീറ്റിംഗാണ്. അപ്പം അങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ ധൈര്യം കാണിച്ച കുന്നത്തനാട് താലൂക്ക് യൂണിയൻ്റെ ആദരണീയ പ്രസിഡന്റിനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്കേവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.